നമസ്കാരം. കുറച്ചു കാലമായി നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാലും യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൊക്കെ നോക്കിയാലും നന്ദഗോവിന്ദം ഭജൻ കണക്ട് എന്ന് പറഞ്ഞ ഒരു ഭക്തി ഗാനമേള അല്ലെങ്കിൽ ഭജന സംഘം അവരുടെ പാട്ടുകളും മറ്റുമൊക്കെ നമുക്ക് നമ്മുടെ ഫീഡിൽ കാണാൻ പറ്റും. വളരെ പെട്ടെന്ന് ജനകീയമായത് ഒരു സംഘമാണവർ. അവർ തുടങ്ങിയിട്ട് 25 വർഷമായി എന്ന് പറയുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 1-2 വർഷം കൊണ്ടാണ് ഇത്രയേറെ ജനകീയമായത്. അവർക്ക് കേരളത്തിൽ മാത്രമല്ല, അവർക്ക് കേരളത്തിന് പുറത്തും നിറയെ വേദികൾ കിട്ടുന്നു. ഇപ്പോൾ ഓരോയിടത്ത് ചെല്ലുമ്പോഴും വലിയ സൂപ്പർ സ്റ്റാറുകൾക്ക് കിട്ടുന്ന തരത്തിലുള്ള സ്വീകരണമാണ് അവർക്ക് കൊടുക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിനകത്ത് നടക്കുന്ന പരിപാടിയിൽ മാത്രമാണ് ഒരുപക്ഷെ അതും നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലെ ജനസാഗരം കാണാൻ പറ്റില്ല. കാരണം അതൊരു ഓഡിറ്റോറിയത്തിൽ അതിനകത്തിരിക്കേണ്ട ആളുകൾക്ക് ഒരു പരിമിതിയുണ്ടല്ലോ. എന്നാൽ അതിന് പുറത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ വേടൻ്റെ റാപ്പ് കേൾക്കാൻ വേണ്ടി വരുന്നതിലും ഇരട്ടി ആളുകളാണ് ഇവരെ കേൾക്കാൻ വേണ്ടി വരുന്നത്. നമുക്കറിയാം, ഈ ഒരു കാലത്ത് ഗാനമേളകളായിരുന്നു ഈ അമ്പലപ്പറമ്പുകളും അതേപോലെ തന്നെ പള്ളിപ്പറമ്പുകളൊക്കെ ഭരിച്ചിരുന്നത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ആലപ്പുഴയിൽ അവർ ഭീമയുടെ, അതായത് നമ്മുടെ ഭീമ ജ്വല്ലറിക്ക് ഒരു ഗാനമേള ട്രൂപ്പ് ഉണ്ടായിരുന്നു. ബ്ലൂ ഡയമണ്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ റെയ്ബാൻ ഉണ്ടായിരുന്നു. പിന്നെ മൂവാറ്റുപുഴ ഏഞ്ചൽ വോയിസ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു റിമി ടോമിയൊക്കെ പണ്ട് അതിൽ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത്തരം ഗാനമേള ട്രൂപ്പുകളൊക്കെ ആയിരുന്നു അമ്പലപ്പറമ്പുകളൊക്കെ പള്ളിപ്പറമ്പുകളൊക്കെ ഭരിച്ചിരുന്നത്. അവിടെ ഒരുപാട് ആളുകൾ കാണാൻ വരുമായിരുന്നു. പക്ഷേ മിക്ക ഗാനമേളയ്ക്കും ഇടയിൽ കാണികളുടെ ഇടയിൽ തന്നെ പ്രശ്നം ഉണ്ടാവുകയും അലമ്പൊക്കെ ഉണ്ടാകുമായിരുന്നു. കാരണം പലതരക്കാരായിട്ടുള്ള ആളുകൾ വരുമല്ലോ. അവിടെയാണ് ഈ നന്ദഗോവിന്ദം ഭജൻ കണക്ട് എന്ന് പറഞ്ഞ ഇവരുടെ ഈ ഗീതങ്ങൾ കേൾക്കാൻ, ഭക്തിഗാനം കേൾക്കാൻ വരുന്ന ആളുകൾ ഒരേ മനസ്സോടെ വരുന്നു. ഒരലമ്പുമില്ല അതിനിടയ്ക്ക്. ഗാനമേളയ്ക്ക് ഇടയ്ക്ക് കാണുന്ന പോലുള്ള ഒരലമ്പുമില്ല. മാത്രമല്ല, അവർ ഓരോ ഗാനം ആലപിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ ഈ കാണികൾക്ക് കൂടി അതിൽ ചേരാൻ തോന്നും, അല്ലെങ്കിൽ അവർ തന്നെ അതിന് പ്രേരിപ്പിക്കും. അങ്ങനെ അവർ കൂടി, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾ കൂടി അത് ആസ്വദിക്കുന്നു. വലിയ തോതിൽ ഒരു ഈ സാംസ്കാരികവും വിശ്വാസപരമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നടക്കുന്നു ഇവരുടെ ഓരോ പരിപാടിയിലും. അത് തീർച്ചയായിട്ടും വിശ്വാസപരമാണ്. ഇവർ ആലപിക്കുന്ന ഗാനങ്ങൾ ഹൈന്ദവ ഭക്തി ഗാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാതി വ്യത്യാസമില്ലാതെ അത് കേൾക്കാൻ ആളുകൾ വരുന്നു. ഇത്തരം കൂട്ടായ്മകളെ ചിലർക്ക് ഭയമാണ്, തീർച്ചയായിട്ടും ചിലർക്ക് ഭയമാണ്. ഹിന്ദു ഒരുമിക്കുന്നത് ചിലരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും. ഈ ഒരു പശ്ചാത്തലത്തിലാണ്, സാഹചര്യത്തിലാണ് വേടൻ എന്ന കളങ്കിത ആരോപിതനായിട്ടുള്ള വ്യക്തിക്ക് കേരള സർക്കാർ കൊടുത്ത അവാർഡിനെ കാണേണ്ടത്. അതായത് ഇതിന് 2 ഘട്ടങ്ങളുണ്ട്. വേടൻ്റെ തുടക്ക സമയത്ത് ഒരു ഓളമുണ്ടാക്കി കുറേ ജെൻസി പിള്ളേരുമൊക്കെ ഇയാളെ ആഘോഷിച്ചു ഇങ്ങനെ ഉയർന്നു വന്ന സമയത്ത്, ഒരുപാട് വേദികളൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സമയത്താണ് ഇടുത്തി പോലെ കുറേ കുറ്റാരോപണങ്ങൾ വരുന്നു. പിന്നീട് പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യുന്നു, കഞ്ചാവ് പിടിച്ചു. പിന്നീട് ഒന്നിലധികം സ്ത്രീ പീഡനങ്ങൾ വരുന്നു. പിന്നെ പതുക്കെ ഇയാളങ്ങ് വിസ്മൃതിയിലേക്ക് പോയി. ആരും ഈ പേര് സംസാരിക്കാതായി. വേടനെന്നോ ഹിരൺദാസ് മുരളിയെന്നോ സംസാരിക്കാതെ ആരും കേൾക്കാത്ത രീതിയിൽ നിൽക്കുമ്പോഴാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിൽ വീണ്ടും വേടൻ്റെ പേര് വരുന്നത്. അങ്ങനെ വീണ്ടും മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കുന്നു, വിവാദമുണ്ടാകുന്നു, ജനങ്ങളും സംസാരിക്കുന്നു. വീണ്ടും അയാൾക്ക് ആദ്യം കിട്ടിയ പോലുള്ള ഒരു ഓളം കിട്ടും എന്ന ധാരണയിലാണ് ഇവർ ബോധപൂർവം ഇത് ചെയ്തത്. അല്ലാതെ മറ്റൊന്നുമല്ല. അല്ലായിരുന്നുവെങ്കിൽ മുൻപ് പലപ്പോഴും ഇതുപോലെ ആരോപണ വിധേയരായിട്ടുള്ളവരെ ആ പേരും പറഞ്ഞുകൊണ്ട്, നമുക്കറിയാം നടൻ ഇന്ദ്രൻസ്, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവുമില്ല. അദ്ദേഹം അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാവിനെതിരെ ആരോപണമുണ്ടായിരുന്നു. ആ കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടേണ്ട അവാർഡ് പോലും നിരസിച്ചവരാണ് വേടൻ ഇപ്പോൾ ഈ അവാർഡ് കൊടുത്തത്. അതിൻ്റെ കാരണം ഒരു സൈഡിലൂടെ ഇവിടുത്തെ ഹൈന്ദവ വിഭാഗം ഒന്നിക്കുന്നു. എന്തിൻ്റെ പേരിൽ? ഈ നന്ദഗോവിന്ദം കണക്ട് എന്ന ഈ സംഘത്തിൻ്റെ ഭജന കേൾക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് നിന്ന് തിരിയാൻ സമയമില്ലാത്ത പോലെ അത്രയേറെ പരിപാടികളാണ് ഓരോ ക്ഷേത്രത്തിലും, ഓരോ ഓഡിറ്റോറിയത്തിലും, കേരളത്തിൻ്റെ പുറത്തും ഗൾഫ് നാടുകളിലുമൊക്കെ അവർക്ക് ഒരുപാട് പരിപാടികളായി. അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളുടെ എണ്ണം, ഇതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരെ, പ്രത്യേകിച്ചും ഇതുപോലുള്ളവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായാൽ, കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഏത് നാടാണെങ്കിലും ആ നാടിൻ്റെ തനത് സാംസ്കാരികത തകർക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ പറ്റൂ. എങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ പാർട്ടി വളർത്താൻ പറ്റൂ. അവർക്ക് ഇന്ത്യ എന്നത് മനസ്സിലാവാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയിൽ 100 വർഷമായിട്ടും അവർ ക്ലച്ച് പിടിക്കാതെ പോയത്. കുറച്ചെങ്കിലും ഉള്ളത് കേരളത്തിൽ മാത്രമാണ്. അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിന് പുറത്തുള്ള ആളുകൾക്കുള്ള അത്രയും ഭക്തിയോടെ ഉള്ള ആളുകളല്ല കേരളത്തിലുള്ളവർ. പുറത്തുള്ളവർ പരസ്യമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ മലയാളികൾ കുറച്ച് ഒതുങ്ങിയ രീതിയിലാണ് നിൽക്കുന്നത്, പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വിശ്വാസികൾ പോലും. അതിലൊക്കെ ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇല്ലാതാവും. അപ്പോൾ ഈ നന്ദഗോവിന്ദം ഭജൻ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓളമുണ്ടല്ലോ, അതിനെ ഒന്ന് പിന്നിലേക്കാക്കിയിട്ട് വീണ്ടും വേടനെ പോലുള്ളവരെ മുന്നിലേക്ക് കൊണ്ടുവരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് നടത്തി നോക്കിയത്. പക്ഷേ ദയനീയമായ രീതിയിൽ ചീറ്റിപ്പോയി. അതാണ് യാഥാർത്ഥ്യം.